ഹലോ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ പുതിയ യാത്ര മൂന്നാറിലെ ഏറ്റവും മനോഹരമായ പ്രകൃതി ഭംഗി തുളുമ്പുന്ന ചില കാഴ്ചയിലേക്കാണ്. നമ്മൾ ഇന്ന് പോകുന്നത് മൂന്നാറിലെ പ്രശസ്തമായ മാട്ടുപ്പെട്ടി ഡാമും ചരിത്രമുറങ്ങുന്ന കുണ്ടറ ഡാമും പിന്നെ കേരളത്തിൻ്റെ ശീതകാല പച്ചക്കറി ഗ്രാമം എന്നറിയപ്പെടുന്ന വട്ടവടയിലേക്കുമാണ്. മണ്ണും കുളിരും നിറഞ്ഞ ഈ മനോഹരമായ റൂട്ടിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്താലോ? പിന്നെ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല് കേട്ടോ. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. നമ്മുടെ യാത്രയിലെ ആദ്യത്തെ സ്റ്റോപ്പ് മാട്ടുപ്പെട്ടി ഡാമാണ്. മൂന്നാറിൽ നിന്നും ഏകദേശം 13 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മളിവിടെ എത്തും. ഇരുവശത്തും പച്ചപ്പ് നിറഞ്ഞ മലനിരകളും അതിന് നടുവിൽ ശാന്തമായി ഒഴുകുന്ന തടാകവുമാണ് ഇവിടുത്തെ പ്രത്യേകത. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് ബലൂണ് ഒക്കെ പൊട്ടിച്ചു. അത് നല്ല രസമായിരുന്നു. 50 രൂപയ്ക്ക് 10 ബലൂണാണ് നമ്മൾ പൊട്ടിച്ചത്. ഇവിടെ ബോട്ടിംഗ് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. സ്പീഡ് ബോട്ടിലും സാധാരണയായി ബോട്ടിലുമൊക്കെ കയറി ഈ തടാകത്തിലുള്ള യാത്ര ശരിക്കും അടിപൊളി അനുഭവമാണ്. കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരിടമുണ്ടെങ്കിൽ അത് ഇവിടെയാണ് കേട്ടോ. ഈ കാണുന്ന ഈ തടാകത്തിൽ ആനക്കൂട്ടങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്നത് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാനും സാധിക്കും. ഈ കുണ്ടറ ഡാം ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം എന്നൊരു പ്രത്യേകത കൂടി ഈ ഡാമിനുണ്ട്. മാട്ടുപ്പെട്ടിയിൽ നിന്നും ഒരു 10 കിലോമീറ്റർ കൂടി മുന്നോട്ട് പോയാൽ കുണ്ടറയിലെത്താം. ഇവിടുത്തെ പ്രധാന ആകർഷണം ശിക്കാരി ബോട്ടാണ്. കാശ്മീരിലൊക്കെ കാണുന്നത് പോലെ മനോഹരമായ ബോട്ടുകൾ ഈ തടാകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ തണുത്ത കാറ്റ് കൊണ്ട് എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പം നമ്മൾ മാട്ടുപ്പെട്ടിയിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനി നമുക്ക് മാട്ടുപ്പെട്ടി കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകേണ്ടത് മൂന്നാറിലെ ഏറ്റവും രസകരമായ എക്കോ പോയിൻറ്റിലേക്കാണ്. ഈ വണ്ടിയിലെ നല്ല മെലഡി സോങ്ങും ഈ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ വളരെ രസകരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. അങ്ങനെ നമ്മൾ എക്കോ പോയിൻറ്റിൽ എത്തിയിരിക്കുകയാണ്. എക്കോ പോയിൻറ്റിലേക്കുള്ള വഴിമധ്യേ ധാരാളം കച്ചവടക്കാരുണ്ടായിരുന്നു. ഒരുപാട് കമ്പിളികളും തൊപ്പികളും കണ്ണാടി, കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, വൈൻ, അങ്ങനെ കഴിക്കാനുള്ള സാധനങ്ങൾ, മധുരപലഹാരങ്ങളൊക്കെ ആയിട്ട് എക്കോ പോയിൻ്റ് ഒരുങ്ങിയിരിക്കുകയായിരുന്നു നമ്മളെ വരവേൽക്കാൻ. നമ്മളിവിടെ നിന്നൊന്നും വാങ്ങിയില്ല. നല്ല റേറ്റായിരുന്നു. നമ്മൾ ടൂറിസ്റ്റുകളെ കാണുമ്പോൾ അവർ വില കൂട്ടുമല്ലോ, സാധാരണയാണല്ലോ. അപ്പം എല്ലാവരും കണ്ട് മടങ്ങി വരുന്നവരെയും നമുക്ക് വഴിമധ്യേ കാണാം. നല്ല രസമായിരുന്നു ഇങ്ങോട്ടുള്ള വഴി. എല്ലാവരും മൂന്നാർ വന്നാൽ ഉറപ്പായിട്ട് എക്കോ പോയിൻ്റിൽ വന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ മറക്കരുത്. നല്ല രസമാണ് കാണാൻ. ഈ വീഡിയോയിൽ കാണുന്നതിലും നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ട് കേട്ടോ. ഈ കുരങ്ങന്മാർ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ തട്ടിയെടുക്കുന്നുമുണ്ട്. കുട്ടികളിൽ നിന്നും കഴിക്കുന്ന മറ്റേ പലഹാരങ്ങളും അതും ഇതുമൊക്കെ തട്ടിക്കൊണ്ട് ഓടും. അമ്മയും മോനും 2 എണ്ണമായിരുന്നു. നമ്മളിങ്ങനെ ഉന്നം വെച്ച് അവരിയ്ക്കുകയാണ്. ആ കാണുന്ന അവിടെയായിട്ടാണ് എക്കോ പോയിൻറ്റിലേക്കുള്ള വഴി. അവിടെ നിന്ന് കാണുമ്പോൾ ഈ മലനിരകൾ കാണാം. ഇവിടെ എക്കോ പോയിൻ്റിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മലനിരകളിൽ തട്ടി നമ്മുടെ ശബ്ദം പ്രതിധ്വനിച്ച് അത് തിരിച്ച് കേൾക്കാമെന്നാണ് പറയുന്നത്. അത് കേൾക്കാൻ വേണ്ടി തന്നെ ഒരുപാട് ആളുകൾ അവരുടെ പേരുകൾ വിളിച്ചു പറയുന്ന തിരക്കിലായിരുന്നു. എല്ലാവരും മൂന്നാറിൽ വന്നാൽ ഉറപ്പായിട്ടും ഇവിടെ വന്ന് ഒച്ച വെച്ച് നമ്മുടെ സൗണ്ട് തിരിച്ച് കേൾക്കാൻ ശ്രമിക്കേണ്ടതാണ് കേട്ടോ. ഇനി നമ്മുടെ യാത്ര വട്ടവട ലക്ഷ്യമാക്കിയാണ്. ശരിക്കും പറഞ്ഞാൽ വട്ടവട എന്ന സ്ഥലത്തോളം തന്നെ മനോഹരമാണ് അങ്ങോട്ടുള്ള ഡ്രൈവിങ്ങും. തമിഴ്നാട് അതിർത്തിയിൽ ചേർന്ന് കിടക്കുന്ന ഈ റൂട്ടിൽ കാട്ടാനകൾ ഇറങ്ങാൻ സാധ്യതയുള്ളതിനാൽ വനംവകുപ്പിൻ്റെ കർശനമായ പരിശോധനകളും ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടേക്ക് പോകുമ്പോൾ എൻട്രി പാസ് മസ്റ്റായിട്ടും എടുക്കണം. ഇരുവശത്തും ഇടതൂർന്ന് നിൽക്കുന്ന കാടുകളും യൂക്കാലിപ്സ് മരങ്ങളും പിന്നെ നമ്മുടെ പൈൻ മരങ്ങളും ഒക്കെ നമുക്ക് വഴിയരികിൽ കാണാൻ സാധിക്കും.
പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ഒരു കാലാവസ്ഥയാണ്. നല്ല തണുപ്പുള്ള കാലാവസ്ഥയായതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കും. ഒടുവിൽ നമ്മൾ വട്ടവടയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മൂന്നാറിലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ഭൂപ്രകൃതിയാണ് വട്ടവടയ്ക്കുള്ളത്. ചുറ്റും നോക്കിയാൽ പച്ചക്കറി തോട്ടങ്ങൾ മാത്രമാണ് കാണാൻ കഴിയുക. അതായത് ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, പിന്നെ പലതരം ഫ്രൂട്ട്സുകളായ സ്ട്രോബെറി, ഫാഷൻ ഫ്രൂട്ട് എന്നിവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷികൾ. ഇവിടുത്തെ കൃഷിയിടങ്ങൾ ക്യാമറയിൽ പകർത്താൻ വേണ്ടി ഒട്ടനവധി ആൾക്കാരാണ്, അതായത് സഞ്ചാരികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഇവിടുത്തെ നാട്ടുകാരുടെ സ്വഭാവത്തെ പറ്റിയാണ്. ഇവരൊരു നല്ലൊരു കൾച്ചറുള്ള മനുഷ്യരാണ്. നമ്മുടെ നഗരത്തിലെ തിരക്കുകളിൽ നിന്നും നല്ല ശുദ്ധവായു ലഭിക്കുന്ന വട്ടവടയിലെ ഈ മനോഹര കാർഷിക ഗ്രാമം അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ്. മൂന്നാർ യാത്ര ചെയ്യുന്നവർ തീർച്ചയായും വിട്ടുപോകാതെ കാണേണ്ട ഒരു റൂട്ടാണ് വട്ടവടയിലെ ഈ തണുപ്പുള്ള കാഴ്ചയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ സ്ട്രോബെറി തോട്ടം എല്ലാവരും സന്ദർശിക്കണം. ഇവിടെ 100 ഗ്രാം സ്ട്രോബെറിക്ക് 150 രൂപയാണ്. ഞങ്ങളത് വാങ്ങി. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമുള്ളത്, നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. എല്ലാവരും ഇവിടെ വരുമ്പോൾ ഈ തോട്ടം സന്ദർശിക്കണം. അതുപോലെ നിങ്ങൾക്ക് മൂന്നാർ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മൂന്നാറിൽ ഉറപ്പായിട്ടും വന്ന് കാണണം. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ജീപ്പിലെ ഡ്രൈവറായ കാർത്തിക്കും കൂടി ഉണ്ട്. അവന് ഭയങ്കര നാണമായിരുന്നു. അവസാനം ബലം പിടിച്ചാണ് അവൻ ക്യാമറയ്ക്ക് മുന്നിൽ പോസ് ചെയ്തത്. അപ്പം ഇനിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.